ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോണത് ഹിന്ദിയിലെ ഭാഗങ്ങളാണ് കേട്ടോ. അങ്ങോട്ട് നമ്മുടെ ശ്രുതീന പിടിച്ചു നിൽക്കുന്ന അശ്വിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ്റെ ശ്രുതി പറയുന്നുണ്ട്, കല്യാണം കഴിക്കാതെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടീനെ ഒഴിവാക്കുക, അതൊക്കെയല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുവാണ്. ആ സമയത്ത് അശ്വിൻ പറയണ്ട്, നീ എന്നെക്കുറിച്ച് എന്തൊക്കെ മോശമായിട്ടാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മോശമായിട്ടല്ല, നിങ്ങളൊരു മോശപ്പെട്ട മനുഷ്യനാണ്, നിങ്ങളൊരു ചീത്ത ആളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാണ്ട് ആ പെണ്ണിനെ കൂടെ നിർത്തിയിട്ട് അവസാനം നിങ്ങളുടെ കാര്യം കഴിയുമ്പോൾ ഒഴിവാക്കാൻ നിൽക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ചീത്ത ആണുങ്ങൾ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അശ്വിനെ ദേഷ്യം വരുവാട്ടോ. അശ്വിനും മിണ്ടാതിരിക്കുമ്പോൾ ശ്രുതി പോകാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അത് ഭയങ്കര ബലത്തിലായിട്ട് അശ്വിൻ പിടിക്കണത്. ശ്രുതിക്ക് നല്ല കയ്യിൽ വേദന എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, നീ പറഞ്ഞല്ലോ ഞാൻ വളരെ ചീത്ത ഒരു ആണാണ്, മോശപ്പെട്ട ആണാണെന്ന്. ഇടി മോശപ്പെട്ട ആണുങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാവോ, ഒറ്റക്കൊരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പോകുവാണ്. ആ സമയത്ത് ശ്രുതി പേടിക്കുവാട്ടോ. സർ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ കൈ ഇങ്ങനെ ബലത്തിൽ പിടിക്കുവാണ്. അതിനുശേഷം ശ്രുതിയുടെ കണ്ണുകൾ നോക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തന്നെ കരഞ്ഞു പോകുവാട്ടോ. ശ്രുതി കരയണാകുമ്പോൾ അശ്വിന് വല്ലാത്ത പോലെ ആകുവാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലാവണ്യ വരുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ കൈ വിടുവാണ്. അപ്പം ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണമ്പോൾ ലാവണ്യ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ അവിടെ നിന്ന് പോകുവാട്ടോ. ആ സമയത്ത് ലാവണ്യ പറയേണ്ടത്, സോറി ശ്രുതി, ഞാൻ കാരണം നിനക്ക് ഒരുപാട് വഴക്ക് കിട്ടുന്നുണ്ടല്ലേ, എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്നോടുള്ള ദേഷ്യം കൂടി നിന്റെ അടുത്താ തീർക്കണത്, എന്നോട് ക്ഷമിക്കണം ശ്രുതി എന്ന് പറയുമ്പോൾ സാരമില്ല മാഡം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ ലാവണ്യനെ ബൾബിടാൻ വേണ്ടി ശ്രുതി പഠിപ്പിക്കുവാണ്. അങ്ങനെ ലാവണ്യ ബൾബ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് ലാവണ്യ ശ്രുതിയുടെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും ശ്രുതിയുടെ കൈ ഇങ്ങനെ അശ്വിൻ കയറി പിടിച്ചിട്ട് കൈക്കിന് ചുവന്നിരിക്കുവാട്ടോ. അയ്യോ ശ്രുതി, നിന്റെ കൈക്ക് ഇത് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അതൊന്നുമില്ല മേഡം. ശ്രുതി, നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മേഡം, ഒരു കുഴപ്പമില്ല മേഡം, എൻ്റെ കാര്യം ഒന്നും ആലോചിക്കേണ്ട മേഡം, ബൾബ് ഇടെന്ന് പറയുവാണ്. അങ്ങനെ ബൾബ് ഇടാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വീട്ടിലെ ഫീസ് അടിച്ച് പോകുവാട്ടോ. അപ്പം പെട്ടെന്ന് കറണ്ട് പോണ പോലെ ആവുകയാണ്. ആ സമയത്ത് മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയും ലാവണ്യയും കൂടി വരുന്നുണ്ട്. അപ്പം അഞ്ജലി ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാ പോകാൻ ചോദിക്കുമ്പോൾ ഫ്യൂസ് നോക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ലാവണ്യനെയും കൂട്ടിക്കൊണ്ട് പുറത്ത് ഫ്യൂസ് നോക്കാൻ പോവാണ്. ആ സമയത്ത് അശ്വിൻ ചോദിക്കേണ്ടത്, എന്താ ചേച്ചി ഇവിടെ കറണ്ട് ഇങ്ങനെ പോയേന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മനോരമ പറയണ്ട, അത് എന്ത് പറയാനാ, ആ ശ്രുതി കാരണമാണെന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, അവൾ ഇവിടെ വന്നേ പിന്നെ ഇവിടെ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണല്ലോ പറയുവാണ്. അങ്ങനെ നമ്മുടെ അശ്വിൻ ഫ്യൂസ് വെക്കണടത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ ഫ്യൂസ് വെക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടോ. ശ്രുതിയാണെങ്കിൽ മെഴുകുതിരിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ മെഴുകുതിരി പിടിച്ച് നിൽക്കുന്ന സമയത്ത് ശ്രുതിയുടെ മുഖം മെഴുകുതിരി വെട്ടത്തിൽ കാണുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ലാവണ്യ ഫ്യൂസ് വെച്ചപ്പോഴേക്കും കറണ്ട് വരുമ്പോഴേക്കും ലാവണ്യ പെട്ടെന്ന് കസേരപ്പുറത്ത് കയറിയിട്ടാണ് ഫ്യൂസ് വെക്കാൻ നോക്കണം. അപ്പോൾ ലാവണ്യ കസേരപ്പുറത്ത് നിന്ന് വീഴുവാണ്. അപ്പോൾ തന്നെ അശ്വിൻ ലാവണ്യനെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ലാവണ്യനും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ശ്രുതി അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പെട്ടെന്ന് താഴത്തേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂട്ടി കുറേ പൂക്കളക്കട ജമന്തിപ്പൂവും അതുപോലെ തന്നെ കുറേ അലങ്കാര സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ കുറച്ച് നേരം അശ്വിൻ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം റൂമിലേക്ക് പോയി അശ്വിൻ കരയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, അഞ്ജലി ഇങ്ങനെ ചോദിക്കേണ്ടത്, എന്താ കുഞ്ഞ, എന്താ നീ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് പഴയ കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുക കേട്ടോ. അശ്വിൻ അന്ന് ചെറുതാണ്. നമ്മുടെ അഞ്ജലിയുടെ വിവാഹമോ എന്തൊരു പരിപാടി നടക്കുന്ന സമയത്ത് അശ്വിൻ്റെയും അഞ്ജലിയുടെയും അമ്മയുണ്ടല്ലോ, അവർ മരിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുക കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസമാണ് അവരുടെ അമ്മയും അച്ഛനും മരിച്ചത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മുടെ അശ്വിൻ ആലോചിച്ച് കരയണത്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും ആ പഴയ ഓർമ്മകളാണല്ലേ കുഞ്ഞ്, അച്ഛനും അമ്മേനെ നീ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ നാളത്തെ ദിവസം എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പൊട്ടിക്കരയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി ചേർത്ത് പിടിക്കുകയാണ്. അത് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. അഞ്ജലി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുമ്പോൾ അശ്വിൻ കരയുന്നുണ്ടല്ലോ, അത് അച്ഛനെ അമ്മേനെ ആലോചിച്ച് കരയുവാട്ടോ. ആ ഒരു ദിവസമാണ് നമ്മുടെ അശ്വിൻ്റെയും അഞ്ജലിയുടെ അമ്മയും അച്ഛനും മരിച്ചത്. അപ്പോൾ അത് ആലോചിച്ചിട്ട് നമ്മുടെ അശ്വിൻ കരയണത്. അപ്പം നമ്മൾ നാളെ കാണാൻ പോണത് ഇത്രയും ഭാഗമാണ്. ഇനി ഞാൻ നാളെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നാളെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് റീമേക്കിലെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. റീമേക്ക് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.